രേവതി രാവിലെ 4 മണിക്ക് തന്നെ പൂവെടുക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവളത് മാലയൊക്കെ കിട്ടുന്നുണ്ട്. ശേഷം അവള് അടുക്കളയിൽ കയറി എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ പാചകം ചെയ്യാണ്. എല്ലാം പാചകമൊക്കെ ചെയ്ത് അവളെല്ലാം ക്ലീൻ ചെയ്ത് വീടും പരിസരവും എല്ലാം തന്നെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് അവൾ ഇരിക്കുകയാണ് ചന്ദ്ര. അവൾ ഓർക്കുന്നുണ്ട്, ഓ ഒരു ദിവസം അവൾക്ക് പൂക്കട ഇല്ലായിരുന്നപ്പോ കിടന്നുറങ്ങിയവളാ. ഇപ്പൊ കണ്ടില്ലേ 4 മണിക്ക് എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്ത് എത്ര പെട്ടെന്ന് അവള് പോവാൻ പോകുന്നത്. ഇനി എന്തായാലും അവളെ പറഞ്ഞിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ അങ്ങനെ പോവണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രൻ മനസ്സിലോർക്കാണ്. രാവിലെ തന്നെ സച്ചി പോകാൻ നേരം സച്ചി രേവതിയോട് ചോദിക്കാണ്, അല്ല രേവതി, നിനക്ക് പോകാൻ സമയമായില്ലേ? ആയി സച്ചി ചേട്ടാ, ദാ സച്ചിനെ കാപ്പി കുടിക്ക്, ഞാനും കാപ്പി കുടിച്ചിട്ട് പോവാ. ബാക്കി എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചക്കത്തിനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും ഞാനിങ്ങ് എത്തും. എന്നിട്ട് അച്ഛന് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തോളാമെന്ന് അവൾ പറയുന്നുണ്ട്. ആ, അച്ഛന് കൊടുക്കാൻ ഇവിടെ അമ്മയുണ്ട്. അതുകൊണ്ട് നീ നിന്റെ ബിസിനസ് കാര്യം ശ്രദ്ധിച്ചോ. നീ എല്ലാം വെച്ചു വെച്ചല്ലോ, അത് മതി. അച്ഛൻ അങ്ങനെ ഒരു കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നും പറഞ്ഞിട്ട് അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. കഴിച്ചതിന് ശേഷം സച്ചി പോവാണെന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. രേവതി ആണെങ്കിലും ആ കഴിച്ച പ്ലേറ്റൊക്കെ കൊണ്ട് അടുക്കളയിൽ വെച്ച് കഴുകിക്കൊണ്ടിരിക്കായിരിക്കും. ഈ സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്ര വിളിച്ചു പറഞ്ഞ് കുറച്ച് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കൊണ്ടുവച്ചിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ആ പിന്നെ ഇന്ന് ബിരിയാണി വേണം, ഇന്നൊരു വിശേഷ ദിവസാ. എന്ത് വിശേഷ ദിവസമാമേ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. നീ ആദ്യമേ ഈ ബിരിയാണി ഉണ്ടാക്ക് എന്ന് പറയുമ്പോഴേക്കും അയ്യോ അമ്മേ ഇപ്പൊ തന്നെ ലേറ്റായി. അമ്മയ്ക്ക് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, ദാ ഞാൻ ചോറും ഉച്ചയ്ക്കുള്ള ചാറുകറിയും മോരും അതുപോലെ തോരനും മെഴുക്കോട്ടയും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി വേസ്റ്റായി പോവില്ലേ? വേസ്റ്റ് ആയൊന്നും പോയില്ല, അതെല്ലാം രാത്രിയിലത്തേക്ക് മാറ്റി വെച്ചേരെ. ഉച്ചക്കിലേക്ക് ഞാൻ ഈ പറഞ്ഞങ്ങ് ചെയ്തോണ്ടാ മതി. ഉച്ചയ്ക്ക് നമുക്ക് ആഹാരം കഴിക്കാൻ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അമ്മ സമയം പോയെന്ന് പറയുമ്പം എന്താണ് ഈ സമയം പോവാൻ? നീ വലിയ ബിസിനസ്മാനിലാണോ അതോ ലുലുമാളിന്റെ ഓണറാണോ നീ? അല്ലല്ലോ. ഉള്ള സ്കൂട്ടിയും കൊണ്ട് വഴി നിങ്ങളെ തെണ്ടി നടക്കാനല്ലേ പോണത്. അതുകൊണ്ട് ഇത് ചെയ്തിട്ടങ്ങ് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. എങ്കിലും കടിച്ചമർത്തി രേവതി അവിടുന്ന് ആ ബിരിയാണിയൊക്കെ ഉണ്ടാകാൻ തുടങ്ങുകയാണ്. നോക്കുമ്പോഴേക്കും സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഈശ്വര, 11 മണിക്കുള്ളിൽ എത്ര വേറെ ഓർഡർ ഉള്ള, ഇനി അതെല്ലാം മിസ്സായി പോവല്ലോ, അവരുടെ വായിന്ന് ഇനി കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് അവൾ സങ്കടപ്പെട്ട് നിന്ന് ആ ബിരിയാണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി അവളെ വിളിക്കുന്നുണ്ട്. അല്ല രേവതി, നീ പൂവിക്കാൻ പോയില്ലേ? ഇല്ല സച്ചിയേട്ടാ, അമ്മ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞ് വന്നു, അതുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കൊണ്ടിരിക്കാം. നീ എന്തായി പറയുന്നേ? 1-2 പേരിപ്പോ എന്നെ വിളിച്ചു, രേവതി ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിന്റെ അമ്മയെ വിളിച്ചു. ഇത്രയും സമയമായിട്ടും ആർക്കാണ്ടൊക്കെയോ പൂവ് കൊടുത്തില്ലെന്നോ ആരൊക്കെ നിന്റെ അമ്മയെ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞു. എന്താ രേവതി പോവാൻ ചോദിക്കാണ്. അയ്യോ, അവർ സച്ചിയേട്ടനെ വിളിച്ചോ? അത് പിന്നെ അമ്മ എങ്ങനെ ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? സച്ചി പറയുന്നുണ്ട്, നീയെ അമ്മയുടെ നിന്ന് ഫോൺ കൊടുക്കുന്നു പറയുമ്പോഴേക്കും രേവതി ഫോൺ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അമ്മേ, ഇതാ സച്ചിയേട്ടനെന്ന് പറയുമ്പം എന്താടി അവന് കാര്യം? ഇനി നിന്നെ വിടാത്തത് കൊണ്ട് എന്നെ അടിക്കാൻ വരുവാണോ അവന്? ഫോൺ വഴി എന്നെ തെറിവിളിക്കാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്കതൊന്നും അറിയില്ല. സച്ചിയേട്ടൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അമ്മേ ഒരുപാട് കാലം കൊണ്ട് എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. എന്താണ് നിന്റെ ആഗ്രഹം? അല്ല, എന്തൊക്കെയാണെങ്കിലും അമ്മ പ്രസവിച്ച മകൻ തന്നെയാണല്ലോ ഞാൻ. അമ്മയ്ക്ക് അതിന്റെ ചെറിയ സ്നേഹമെങ്കിലും എന്നോട് ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പം നീ കാര്യം പറടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ രേവതി ഉണ്ടാക്കിയ ബിരിയാണി എനിക്ക് വേണ്ട. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വരുമ്പം എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ടുണ്ടാക്കിയ ബിരിയാണി കഴിക്കണം. എനിക്ക് വലിയ ആഗ്രഹം തോന്നുന്നു പറയുമ്പോഴേക്കും ചന്ദ്ര ഉറുക്കാണ്. നാശം പിടിച്ച് സമ്മതിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട് പറയുന്നുണ്ട്, ബിരിയാണി വെക്കാനുള്ള ടച്ചൊക്കെ എനിക്ക് വിട്ടുപോയി. ഇപ്പൊ രേവതിയാണല്ലോ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്, പിന്നെ അവൾ ഉണ്ടാക്കിയത് കഴിച്ച് നിനക്കെന്താ കുഴപ്പം? അമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഫുഡ് തന്നെ കഴിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ഓർക്കാണ്, ഇവൻ എനിക്ക് തിരിച്ചു പണി തന്നാണോ എന്ന് ആലോചിക്കാണ്. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ബാക്കി ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ പോയിക്കോ. നിന്റെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി മതിയെന്ന്, നിന്റെ ബിരിയാണി കൊള്ളില്ലെന്ന്, അതുകൊണ്ടേ ഞാനൊന്ന് ബിരിയാണി ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി പോയി ചന്ദ്ര ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും നൈസായിട്ട് നമ്മുടെ രേവതി അവിടുന്ന് മുങ്ങുന്നുണ്ട്. രേവതി സച്ചി വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ്, ഇടി പൊട്ടി, നിനക്ക് മനസ്സിലായില്ലേ? നീ ഇന്ന് നേരത്തെ പോവാതിരിക്കാൻ വേണ്ടി ഉള്ള എൻ്റെ അമ്മയുടെ അടവാത്. അതൊക്കെ അറിഞ്ഞിട്ടും
നീ എന്തൊരു പൊട്ടിയാ, നിനക്കൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ രാവിലോട്ട് ജോലി ചെയ്യുമ്പോഴെല്ലാം അമ്മയെ ഹാളിലിരുന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നതിൽ എനിക്ക് തോന്നിയിരുന്നു. ആരെയോ വിളിച്ച് ചിക്കൻ കൊണ്ടുവരാനൊക്കെ പറയുന്നതും ഞാൻ കേട്ടു. എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് അമ്മ നോക്കിയിട്ടും പോയതാ. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ പരിപാടി ഒപ്പിക്കാനാണ്. എന്തായാലും അത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ സച്ചിയേട്ടാ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പം തന്നെ പോയി എല്ലാവർക്കും പൂ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. രേവതിനെ വിളിച്ചുകൊണ്ട് ചന്ദ്ര അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ല, ഇവളിത് എവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ച് ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി പറയാണ്, മോള് പോയി. നീ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി മോളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കല്ലായിരുന്നോ? ബിരിയാണി വെക്ക്, അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാ നിന്റെ മോൻ വിളിച്ചിട്ടേ നിന്റെ തലയിൽ തന്നെ ഏൽപ്പിച്ചത്. എല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. രേവതി മോള് പൂ കൊടുക്കാനുള്ളവർക്കേ പൂ കൊടുക്കാൻ പോയി. ഇങ്ങനൊന്നും ദുഷ്ടമനസ്സാവരുത് ചന്ദ്രേ. നിന്റെ വേറെ 2 മരുമക്കളുണ്ടല്ലോ. രാവിലെ എണീച്ച് മേക്കപ്പും ചെയ്ത് അവർ ജോലിക്ക് പോകാന്നല്ലാതെ ഈ വീട്ടിലൊരു പാത്രമെങ്കിലും അവരെടുത്ത് വെക്കോ? പാത്രം വരെ അവർ ഇട്ടിട്ടല്ലേ പോകുന്നത്. അവർ കഴിച്ച പ്ലേറ്റ് പോലും അവർ എടുക്കുന്നില്ല. അതുപോലും നമ്മുടെ രേവതി മോൾ എടുക്കുന്നത്. അവൾക്കൊരു വേലക്കാരുടെ സ്ഥാനമേ ഇവിടെ എല്ലാവരും കൊടുക്കുന്ന പോലും ഉള്ളൂ. ഞാനാ തെറ്റ് ചെയ്തത്. പാവം കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് നോക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾക്ക് ഇവിടെയുള്ള ജീവിതം നരകതുല്യം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. രവി പറയുന്നുണ്ട്, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൾ നാളെ തൊട്ട് പോകാൻ ഇറങ്ങുമ്പോഴെങ്ങാണം ഇമ്മാതിരി കുനിഷ്ഠ ബുദ്ധി കൊണ്ട് ഇറങ്ങാനുണ്ടല്ലോ, അടുത്ത അടി കിട്ടാൻ പോകുന്നത് നിനക്കിട്ടായിരിക്കും, അതും എൻ്റെ കൈ കൊണ്ട്. അതുകൊണ്ട് മേലാൽ മോള് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു ജോലിയും കൊണ്ട് ചെല്ലരുത്. 4 മണിക്ക് എണീറ്റ് അവൾ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് എല്ലാം തീർത്തിട്ടാണ് അവൾ 10 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് മേലാൽ അവളുടെ മെക്കിട്ട് കയറാൻ പോകരുത്. അവളെ എന്തെങ്കിലും പറയുമോ, അവള് ജോലിക്ക് തടസ്സപ്പെടുത്തോ ചെയ്താലേ എന്റെ തനി സ്വഭാവം നീ കാണും, മനസ്സിലായോടി എന്നും പറഞ്ഞിട്ട് രവി ചന്ദ്രനെ ദേഷ്യം ഒന്ന് വഴക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ചന്ദ്ര ഓർക്കാണ് അപ്പനും മോനും എല്ലാവർക്കും സൈഡാ. പിന്നെ എങ്ങനെ ശരിയാവാനാ? ഇന്ന് വൈകിട്ട് ഇതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് തന്നെ അവൾ ബിരിയാണി വെപ്പിച്ചില്ലേ, അവകോട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി പോയി പൂ കൊടുക്കാനുള്ളവർക്കെല്ലാം പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം രേവതി വീട്ടിലേക്ക് വരാണ്. അങ്ങനെ ഉച്ചയ്ക്ക് വരാന്നൊക്കെ പറഞ്ഞ് പോയെങ്കിൽ പോലും അവൾക്ക് ഉച്ചയ്ക്ക് വരാൻ സാധിച്ചില്ല. പക്ഷെങ്കിൽ ഈ സമയം സച്ചി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മേ ബിരിയാണി എടുക്കമ്മേന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചി അവിടുന്ന് ഓടി വരുന്നത്. അപ്പോഴേക്കും ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ അമ്മേ, ബിരിയാണി റെഡിയായില്ലേ? അമ്മ ഇങ്ങോട്ട് വിളമ്പിക്കേ. എത്ര കാലമായില്ലേച്ചാ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട്, അതും അമ്മയുടെ കൈ കൊണ്ട്. അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിച്ച ബിരിയാണിക്ക് പ്രത്യേക സ്വാദ എന്നൊക്കെ പറഞ്ഞ് അവൻ കഴിക്കുമ്പം ചന്ദ്ര പറയുന്നുണ്ട്, വേണടാ നീ കൂടുതൽ സോപ്പിംഗ് ഒന്നും ചെയ്യണ്ട. നിന്റെ ഭാര്യനെ രക്ഷിക്കാൻ വേണ്ടി നീ രാവിലെ ചെയ്യാന്നൊക്കെ എനിക്ക് മനസ്സിലായി. സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്ക് കാര്യം മനസ്സിലായല്ലോ, എനിക്കത് മതി. ഇനി മേലാൽ രാവിലെ 9 മണിക്ക് രേവതി ഇവിടെ നിന്ന് ഇറങ്ങും. ആ സമയത്തെങ്ങാണം അവൾക്ക് തടസ്സം ഉണ്ടാക്കാൻ നിൽക്കരുത്. നാളെ തൊട്ടായിക്കോട്ടെ. ഇന്ന് ഞാൻ പോയതിന് ശേഷമാണല്ലോ ഇന്ന് അവൾ പോകുന്നത്. നാളെ തൊട്ട് എൻ്റെ കൂടെ തന്നെ ഞാൻ രേവതിയെ കൊണ്ടുപോയിക്കോളാം. അപ്പം എനിക്ക് അറിയണമല്ലോ ആരെ തടസ്സം നിൽക്കാൻ വരുന്നതെന്ന് എന്ന് അവൻ പറയുന്നുണ്ട്. അതേടാ, എല്ലാം ചെയ്ത് മഹാറാണി പോവാണല്ലോ അവളുടെ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട്. എടാ, വെറും 2 ചക്കർ വണ്ടിക്കകത്ത് പൂവും വെച്ച് നടക്കല്ലേടാ നിന്റെ പെണ്ണുമ്പിളയുടെ പണി, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. പൂവും തെരുവ് തണ്ടികൾ നടക്കുന്നത് പോലെ തെരുവിൽ കൊണ്ടു നടന്ന് പൂ വിൽക്കാൻ പോകുന്നവർക്കാ ഇത്തരം ഡിമാൻഡ്. അപ്പോഴേക്ക് രവി പറയാണ്, അതെ ചന്ദ്രേ, ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഞാനും അതുപോലെ തെരുവിൽ കൂടെ തന്നെ വണ്ടി ഓടിക്കുന്നവനായിരുന്നല്ലോ. നീ എൻ്റെ കൂടെ ജീവിച്ചില്ലേ? അത് പിന്നെ അതിൻ്റെ കാരണം എന്താ? നമുക്ക് ജീവിക്കാൻ ഒരു ജോലി വേണം. ആ ജോലി എന്താണെങ്കിലും അത് അഭിമാനമുള്ളതായിരിക്കണം. അത് അന്തസ്സോടെയും നല്ല സന്തോഷമായിട്ടും ചെയ്യണം. രേവതി മോള് ചെയ്യുന്നതേ ഓരോരുത്തരും തല ചൂടാൻ മാത്രമല്ല, ദൈവങ്ങൾക്കും ചാർത്താൻ വേണ്ടിയിട്ടുള്ള പൂവാ അവള് കിട്ടുന്നത്. അതിന്റെ ഐശ്വര്യവും അതിന്റെ ആ ഒരു ഇതൊക്കെയാണ് അവളുടെ മുഖത്ത് പ്രകാശിക്കുന്നത്. അവള് ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ തന്നെ അടുത്ത വഴിയുമായിട്ട് അവളുടെ ഭർത്താവിന്റെ രൂപത്തില് ഈശ്വരൻ വന്നതാ. അത് നീ കണ്ടതാണല്ലോ. നിന്റെ 2 മരുമക്കളെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? 2 എണ്ണവും ഒരു പണിയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. രാവിലെ എഴുന്നേറ്റ് പൊക്കോളും. പിന്നെ നീ സ്കൂളിൽ സ്നേഹിക്കുന്ന നിന്റെ മൂത്ത മോൻ, അവൻ ജോലിയും കൂലിയും എന്തെങ്കിലും ഉണ്ടോ? അവൻ വീട്ടിലൊരു ജോലിയില്ല, പുറത്തും ചെയ്യില്ല. അവൻ ഇങ്ങനെ നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രവി പറയുന്നുണ്ട്. അങ്ങനെ കഴിച്ചതിന് ശേഷം സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ രേവതി ഫോണിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. അവളുടെ ബിസിനസ് എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം സൗകര്യം പോലെ വരുള്ളൂ. മേലാൽ അവളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാലേ എന്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞിട്ട് അവിടുന്ന് സച്ചി പോവാണ്.
അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ശ്രുതിക്ക് വേണ്ടിയാണ് ഞാൻ രേവതി ആലോചിച്ചത്. അങ്ങനെ ശ്രുതി എങ്ങാനും രേവതി കിട്ടിയിരുന്നെങ്കിൽ എന്റെ മോളുടെ ജീവിതം തന്നെ കോഞ്ഞാട്ടേ പോയനെ. ഒരു പണിക്കും പോകാതെ പെരക്കാത്ത കയറി ഇരിക്കുന്നവനെ കൊണ്ട് കെട്ടിച്ച് എന്റെ മോള് അവനോട് ചേർന്ന് വന്നേനെ. അവളോട് യാതൊരു സ്നേഹമില്ലാത്ത ഒരു കോന്തനാണല്ലോ നിന്റെ മോന്. പക്ഷേ സച്ചിനെ ആ സമയത്ത് ദൈവമായിട്ടാ സച്ചിയെ കൊണ്ട് തന്നത്. സച്ചി മോനാണെങ്കിൽ ഇപ്പൊ രേവതി നശിച്ച ജീവനാ. അവക്ക് വേണ്ടി എന്തും ചെയ്യാൻ എന്റെ സച്ചിക്ക് ഒരു മടിയില്ല. അവൻ ഇച്ചിരി വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. നന്നായിട്ട് അധ്വാനിക്കുന്നവനാ. നിന്റെ മോനെക്കാട്ടിലും കൂടുതൽ കാശുണ്ടാക്കും അവൻ. അങ്ങനെ അന്തസ്സായി കുടുംബവും നോക്കുന്നവനാ. അതുകൊണ്ട് എന്റെ രേവതിയുമൊക്കെ ചേർന്ന ജോഡി തന്നെയാ ഈശ്വരൻ കണ്ടെത്തി കൊടുത്തത്. ആ ദിവസം നിന്റെ മോൻ ഒളിച്ചൊരി പോകാൻ തോന്നിയത് എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ അവനെ കെട്ടിച്ചു കൊടുത്ത് എന്റെ രേവതി മോളുടെ ജീവിതം പാഴായി പോയെന്ന് പറഞ്ഞ് അവിടുന്ന് രവി എഴുന്നേറ്റ് പോകുന്നുണ്ട്. ചന്ദ്രക്ക് ഇതെല്ലാം കേട്ടിട്ട് ആകെപ്പാടെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഓർക്കാണ്, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇത്രയൊക്കെ എന്നെ എല്ലാരോടും നാണം കെടുത്തുമ്പം അവള് കുറച്ചൊന്ന് വിഷമിക്കണം എന്നും പറഞ്ഞ് അവള് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ശേഷം വൈകുന്നേരം സമയമാകുന്നുണ്ട്. രേവതി സച്ചിയെ വിളിക്കാണ്. സച്ചേട്ടൻ എവിടെയാ വരാറായും ചോദിക്കുമ്പം, ഇല്ല രേവതി, നീ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിരുന്നു സച്ചേട്ടാ. ഞാനെന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടുന്ന് അമ്മ ആഹാരം കഴിപ്പിച്ചിട്ടാ വിട്ടത്. അവിടെ കുറച്ച് പൂക്കൾ കൊടുക്കാനുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോ പിന്നെ കഴിച്ചിട്ട് പോന്നു. ആ വീട്ടിലേക്ക് ചെല്ല്, എന്റെ അമ്മ ഉണ്ടാക്കുന്ന സൂപ്പർ ബിരിയാണി ഇരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നല്ല മറുപടി തിരിച്ചു കൊടുത്തോണം. അതല്ലാതെ മിണ്ടാ നിന്ന് കരഞ്ഞോളാണെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, വൈകുന്നേരം വരുമ്പം നിനക്കിട്ട് ഞാൻ തല്ലും എന്ന് സച്ചി പറയുന്നുണ്ട്. ശരിയെന്നും പറഞ്ഞ് രേവതി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നതും അവളുടെ പൂക്കളെല്ലാം ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ശേഷം അവൾ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോഴേക്കും ഉച്ചയ്ക്ക് കഴിച്ച പ്ലേറ്റ് പോലും കഴുകാതെ എല്ലാം നിരത്തി വരട്ടിരിക്കുകയാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിയ പാത്രം സഹിതം അവിടെ കിടക്കാണ്. അവൾ പിന്നെ അതെല്ലാം നിന്ന് തേച്ച് വറക്കി വെക്കുന്നുണ്ട്. വീണ്ടും റൂമെല്ലാം തൂത്തുവാരി വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷമാണ് രേവതി പോയി കുളിച്ചിട്ടൊക്കെ വരുന്നത് കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് രേവതി കുറച്ച് ബിരിയാണി എടുത്ത് കഴിക്കാൻ വേണ്ടി പോവായിരിക്കും. ഈ സമയത്ത് ചന്ദ്ര പോയിട്ട്, ഓഹോ, ഏത് നേരം നിനക്ക് തീറ്റ തന്നെയാണോടി? ഉച്ചയ്ക്ക് നിന്റെ വീട്ടിൽ പോയി വെട്ടുപിഴിയും കാണുമല്ലോ. എന്നിട്ടാണോ ഈ 5 മണി സമയത്തൊന്ന് ഇവിടുന്ന് കഴിക്കുന്നത്? ഞങ്ങളാരും ഈ സമയത്ത് കഴിക്കാറില്ല. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മേ, അത് പിന്നെ സച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു അമ്മ ഉണ്ടാക്കിയ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആണെന്ന്. ഇതുവരേക്കും അത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടൊന്ന് കഴിച്ചു നോക്കാമെന്ന് കരുതി ഞാൻ കഴിച്ചു നോക്കിയത് അമ്മയെന്ന് പറയുമ്പം മൂക്ക് മുട്ട തിന്നുക, അതാണല്ലോ നിന്റെ പ്രധാന പണി. അപ്പോഴേക്കും ഇങ്ങോട്ട് രവി വരികയാണ്. എന്റെ ചന്ദ്രൻ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവളെ കഷ്ടപ്പെട്ട് വരുന്നോളാം. ഈ വീട്ടില് ഏറ്റവും അധികം ജോലി ചെയ്യുന്നത് എന്റെ മോള് തന്നെയാ. ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അലിഞ്ഞു തിരിഞ്ഞ് ആ പൂവ് കെട്ടി വിറ്റ. അത് മാത്രല്ല, ഈ വീട്ടിലെ ജോലിയും ചെയ്യുന്നുണ്ട് എന്റെ മോള്. പിന്നെ അവള് ആഹാരം കഴിച്ചാൽ എന്താ പ്രശ്നം? ഇതേ എന്റെ വീടാ. ഇവിടെ ചിലര് അവളുടെ ഭർത്താവും അവളും കാശ് തരുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് രവി പറയാണ്, മോൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചോ. ഇവള് പറഞ്ഞൊന്നും കേക്കണ്ട. ഇവളെ ഈ വീട്ടിലേക്ക് 1 രൂപ പോലും തരുന്നില്ല ചെലവിന് വേണ്ടിട്ട്. ഇവളെ ഇവിടെ ഓസിനാ കഴിക്കുന്നത്. അതുകൊണ്ട് എന്റെ മോക്ക് എല്ലാ അവകാശവും ഉണ്ട്. മോൾ ഈ വീട്ടിലെ ചെലവിനുള്ള കാശ് കൊടുക്കുന്നുണ്ട്, മോളുടെ ഭർത്താവും കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മോൾ ഇവളുടെ കാര്യം നോക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് രേവതി ഒന്നും മിണ്ടാതിരുന്ന് അവിടുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് രവി അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് അടുക്കളയിൽ പോയിട്ട് ചന്ദ്ര കൈ നിറച്ച് ഉപ്പ് വാരിക്കൊണ്ട് വരികയാണ് കേട്ടോ. വാരിക്കൊണ്ട് വന്ന് അവള് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തില് വാരി വെതിറുന്നുണ്ട്. ഇനി കഴിക്കടി, നീ ഇനി കഴിക്ക്. നീ എല്ലാരും കൂടി എന്നിട്ട് ശരിക്ക് പണിയുന്നുണ്ട്. നിന്റെ ഭർത്താവും നിന്റെ അമ്മായച്ചനും കൂടെ നിന്നോട് അത്രയ്ക്ക് സ്നേഹമാണല്ലോ. ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ ഈ വീട്ടിൽ ഓസിന് കഴിക്കുകയാണെന്ന്. അങ്ങനെ നീ ഇന്ന് ഭക്ഷണം ഇറങ്ങണ്ടടി. നീ ഇത് കഴിക്കണ്ട. ഇതേ ഞാൻ എന്റെ 2 മരുമക്കൾക്കും എന്റെ 2 മക്കൾക്കും വേണ്ടി ഉണ്ടാക്കിയതാ, അല്ലാതെ നിനക്ക് നിന്റെ കെട്ടിന് വേണ്ടി ഉണ്ടാക്കിയതല്ല എന്നും പറഞ്ഞ് അത് ചന്ദ്ര ചെയ്യുമ്പോൾ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്താ അമ്മേ ഈ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും എന്താടി നീ ഉറഞ്ഞു തുള്ളുന്നത്? നീ എന്നെ അടിക്കുവോ? എങ്കിൽ അടിക്കടി. ഞാൻ ഉപ്പ് വാരി നിന്റെ ഭക്ഷണത്തിലിട്ടു. പറ, നീ എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യടി എന്നെ എന്ന് പറയുന്നുണ്ട്. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ അന്നത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ട് ഞാനും സച്ചേട്ടനും എല്ലാവരും ഓടുന്നത്. അച്ഛൻ കുറെ വർഷം വണ്ടി ഓടിച്ചതും വളയം പിടിച്ചതും എല്ലാം ഈ ഒരു ആഹാരത്തിനായിട്ടാണ്. ആ ഒരു പ്ലേറ്റ് ആഹാരം അമ്മ മിസ്സാക്കിയത്. ഈ വഴിയോരത്ത് എത്ര പാവങ്ങളുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമോ? ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ. ആ സമയത്താ അമ്മയുടെ അഹങ്കാരം കൊണ്ട് ഒരു പ്ലേറ്റ് ചോറ് നശിപ്പിച്ചത്. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മേ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് ക്ഷമിക്കത്തുമില്ല. ഓ, നീ ക്ഷമിക്കത്തില്ലേ? അപ്പൊ നീ എന്നെ എന്നാ ചെയ്യൂടി? നീ എന്നെ അടിക്കുവോ? എങ്കിൽ അടിക്കടി. അപ്പോഴേക്കും രേവതി പറയണ,
ഇമാതിരി തോന്നിവാസം ഇനി അമ്മ കാണിച്ച ഞാൻ അമ്മനെ അടിക്കും എന്ന് തന്നെ പറയുമ്പോഴേക്കും ചന്ദ്ര ആഞ്ഞ് നമ്മുടെ രേവതി കവളത്തടിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ഒന്നും മിണ്ടാ നിൽക്കാണ്. അടിക്കടി, നീയാണല്ലോ പറഞ്ഞത് എന്റെ കവളത്തടിക്കുമെന്ന്. ഞാനിപ്പോ നിന്റെ കവളത്തടിച്ചേ, നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യടി എന്നും പറഞ്ഞ് ചന്ദ്ര പറയുമ്പോഴേക്കും രേവതി അവിടുന്ന് കരയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താ രേവതി, എന്താ കരണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവി ഇറങ്ങിയതാണ്. എന്താ മോനെ, നീ എപ്പോഴാ വന്നേ? എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. അച്ഛനോട് ഇല്ലായിരുന്നു അച്ഛാ, താ നോയിക്കേ, അവള് കിടന്ന് അച്ഛൻ കണ്ടില്ലേ? എന്താ മോളെ, എന്താ പ്രശ്നം? ഇവളിവിടുന്ന് ബിരിയാണി കഴിക്കായിരുന്നു. ഈ സമയത്ത് നിന്റെ അമ്മ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ നിന്റെ അമ്മേനെ വഴക്ക് പറഞ്ഞിട്ട് കയറി അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതിനിടെ കൂടെ എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കാണ്. രേവതി പറഞ്ഞിട്ട്, സച്ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് അമ്മയെടുത്ത് പോയപ്പം ഞാൻ ശകല ആഹാരം കഴിച്ചോളൂ. അത് മാത്രല്ല, ഞാൻ ഒരുപാട് ദൂരം അലഞ്ഞു കഴിഞ്ഞിട്ട് വന്നാലേ സമയം 5 മണിയായി. ഇവിടെ വന്നപ്പോ ബിരിയാണി ഉണ്ടാക്കിയതും കഴിച്ചതുമായ എല്ലാ പാത്രവും അടുക്കളയിൽ കിടക്കായിരുന്നു. അതെല്ലാം കഴുകി വീടെല്ലാം വൃത്തിയാക്കി കുളിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായി വിശന്നു. പിന്നെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി സൂപ്പറാണെന്ന് സച്ചിയുടെ പറയുകയും ചെയ്തല്ലോ. അതുകൊണ്ട് കുറച്ച് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഞാനിവിടെ അതും കൊണ്ട് വന്നിരുന്നതാ. അപ്പൊ തൊട്ട് അമ്മ ഓരോ കുത്തുവാക്കോട്ട് വരാൻ തുടങ്ങി. അച്ഛൻ വന്നിട്ടാ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് പോയത്. അച്ഛൻ പോയ പിന്നാലെ അമ്മ ഒരുപിടി ഉപ്പ് വാരിക്കൊണ്ടെന്ന് എന്റെ പാത്രത്തിട്ടു. ദാ നോക്കച്ഛ, നോക്ക് സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റിലെ ഉപ്പ് മൊത്തം കാണിച്ചു കൊടുക്കാണ്. രവി ചോദിക്കാണ്, ചന്ദ്രേ നീ എന്താ കാണിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ, ഉപ്പ് വാരി അവളുടെ പാത്രത്തിട്ടു. അത് തന്നെയാ ഞാൻ ചെയ്തത്. അവക്കെ ഇതല്ല ചെയ്യേണ്ടത്, കുറെ വിഷം വാരി ആ ചോറ് കലക്കി കൊടുക്കണം, അവള് തിന്നട്ടെ, അതായിരുന്നു വേണ്ടത്. എന്നെ എല്ലാവരുടെ വായിന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഈ ചോറിൽ ഉപ്പിട്ടെന്ന് പറഞ്ഞ് അവളെ ഞാൻ അടിക്കാൻ വന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കാണ്, മോളെ നീ എന്തിനാ അവളെ അടിക്കാൻ പോയത്? പോവുകയല്ലേ വേണ്ടത്, അവളുടെ കർണക്കൂടി തീർത്തതിന് കുറെ കൊടുക്കാൻ വരായിരുന്നു എന്ന് ചോദിക്കാണ്. ഓഹോ, അപ്പൊ നിന്റെ തിരിച്ച് അവൾ അടിച്ചല്ലേ, ചന്ദ്രൻ നിന്നെ അടിച്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്രൻ ഇങ്ങോട്ടേക്ക് മാറി നിൽക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്റെ ഭാര്യ തല്ലാൻ അവകാശം നിങ്ങൾക്ക് എന്താ? നിങ്ങൾ എന്നെ മകനായി കണ്ട് ഇവളെ എന്റെ ഭാര്യയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് അടിക്കാനുള്ള അവകാശം ഉണ്ടായേനെ. അവള് തെറ്റ് ചെയ്താൽ മാത്രം. അതല്ലാതെ അവളെ മരുമകളായിട്ടും അംഗീകരിക്കാതെ എന്റെ മകനായിട്ടും അംഗീകരിക്കാതെ നിങ്ങൾക്ക് അവളെ അടിക്കാനുള്ള അവകാശം ആരാ തന്നത്? അച്ഛാ, ഞാനൊന്നും പറയുന്നില്ല. എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവച്ച അച്ഛൻ അവർക്ക് തടി കൊടുത്തിരിക്കണം. അമ്മയും അച്ഛനെല്ലാം മറ്റാരാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും. എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കല്ല, അവളുടെ മനസ്സിനെ വേദനിപ്പിച്ച് തന്നെ അവർ ഞാൻ അടിച്ച് ശരിയാക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഈ അമ്മ അവളുടെ കരണത്തടിച്ചു, അവളുടെ മനസ്സും വേദനിപ്പിച്ചു. അവള് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിലാ അവർ ഉപ്പ് വാരിട്ടത്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ അച്ഛൻ തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവി, മോൻ വിഷമിക്കണ്ട, അത് അച്ഛനേറ്റെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി നമ്മുടെ ചന്ദ്രയുടെ കവള് തടിക്കുന്നുണ്ട് കേട്ടോ. രവിയേട്ടാന്ന് പറയുമ്പം എന്താടി, നോവുന്നുണ്ടോ? നിനക്ക് നോവുന്നുണ്ടോ? ആ പാവം പിടിച്ച പെണ്ണ് വെളുപ്പിന് എഴുന്നേറ്റ് ഈ വീട്ടിലെ സകലമാന പണിയും ചെയ്ത് പുറത്തുപോയി കഷ്ടപ്പാടും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കയറി ശകല ആഹാരം കഴിച്ചപ്പോ നീ അതിൽ ഉപ്പ് വാരിട്ടല്ലേ? അതുണ്ടാക്കാനുള്ള കഷ്ടപ്പാടെന്താന്ന് നിനക്കറിയാവോ? കല്യാണം കഴിഞ്ഞ അന്ന് മുതല് നീ വീട്ടിൽ ഇരുന്ന് തിന്നുന്നല്ലേ ഉള്ളൂ, അല്ലാതെ നീയും പുറത്തുപോയി സമ്പാദിക്കുന്നില്ലല്ലോ. പക്ഷെ അവളങ്ങനല്ല. അവളുടെ ആഹാരത്തിനും അവളുടെ വസ്ത്രത്തിനും അവളിനുള്ളതെല്ലാം അവള് കഷ്ടപ്പെടുണ്ടാക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ജീവിക്കുന്നത്. ഈ ബിരിയാണിയിൽ പോലും അവളുടെ അധ്വാനമുണ്ട്. അപ്പൊ നിനക്ക് എന്ത് അധികാരടി ഉള്ളത് ഉപ്പുവാരിടാൻ വേണ്ടിയിട്ട്? ഇനി മേലാൽ നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. ഇത് മാത്രമല്ല നിനക്കുള്ള ശിക്ഷ. രേവതി മോളെ ആ ബിരിയാണി ഇങ്ങോട്ട് തന്നേ എന്നും പറഞ്ഞിട്ട് രവി ആ ബിരിയാണി അവളുടെ ഇത് മെടിക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രനോട് ഇരിക്കാൻ പറയാണ്. ചന്ദ്രൻ ഇരിക്കുമ്പോഴേക്കും രവി ആ പ്ലേറ്റ് എടുത്ത് അവളുടെ മുമ്പിലോട്ട് വെക്കുന്നുണ്ട്. ഇത് മുഴുവനും തിന്നു തീർക്കാതെ ഒരു 6 മണി പോലും ബാക്കി വെക്കാതെ നീ ഇവിടെ എഴുന്നേക്കാൻ പാടില്ല. രവിയേട്ടൻ എന്തായി പറഞ്ഞേ? ഇത് മൊത്തം ഉപ്പാ. പോരാട്ടത് നീ തന്നെയല്ലേ? ഉപ്പാണെന്ന് നിനക്കറിയാലോ. ആഹാരം വേസ്റ്റാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് അത് മുഴുവനും വാരി കഴിച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ടില്ലാതെ ഇവിടെ എഴുന്നേക്കരുത്. അങ്ങനെ നീ ചെയ്യാതിരുന്നാലേ ഞാനും നീയായിട്ട് ഇനി യാതൊരു ബന്ധം ഉണ്ടാവില്ല. നീ ഈ പ്ലേറ്റ് കാലിയാക്കാതെ ഇവിടെ എണീറ്റാല് ഞാൻ ആ നിമിഷം ഈ വീട്ടിറങ്ങും എന്ന് രവി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും വേറെ നിവൃത്തിയില്ല ചന്ദ്ര അവിടെ നിന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങാണ്. ഉപ്പ് കാരണം അവൾക്ക് വായി വെക്കാൻ പറ്റുന്നില്ല. രേവതി പറഞ്ഞിട്ട്, അച്ഛാ വേണ്ട, അതിന് ഭയങ്കര ഉപ്പാ, അമ്മ ഒരുപാട് ഉപ്പ് കൊണ്ടിട്ടോ. മോളെ ഇനി ഒരിക്കലും ഈ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാ അച്ഛൻ ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോ ഒരിക്കലും അവള് ചോറിനകത്ത് ഉപ്പെന്നല്ല മറ്റൊരു സാധനം വാരെടുത്തില്ല. അത് ഇന്നത്തോടുകൂടി ഇവക്ക് മനസ്സിലായി കാണും എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും രവിയും നോക്കി നിൽക്കെ ചന്ദ്ര അത് വാരി വാരി കഴിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറം വെള്ളം ഒഴിച്ച് കഴിക്കാണ്. രേവതി പറഞ്ഞിട്ട്, അച്ഛാ അത് മൊത്തം ഉപ്പാ, വല്ല ബിപിയും കൂടും, ഒരുപാട് ശരീരത്തിൽ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് മതി അച്ഛാ എന്ന് പറയുന്നുണ്ട്.
വേണ്ട മോളെ, അവൾ തിന്നട്ടെ. അവൾക്ക് അസുഖം വരുവാണെങ്കിലേ ആ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെയെങ്കിലും കുറച്ചു ദിവസം ഈ വീടിനൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് രവി പറയുമ്പോഴേക്കും ചന്ദ്ര രവിയെ നോക്കിയിട്ട് കരയുന്നുണ്ട്. അങ്ങനെ ഒരു ഹാഫ് പ്ലേറ്റോളം ആ ചോറ് നമ്മുടെ ചന്ദ്ര തിന്നു കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ മതി, അവിടെ എഴുന്നേറ്റ് പോകാൻ പറ. എന്തൊക്കെയാണെങ്കിലും എന്റെ അമ്മയല്ലേ, എനിക്ക് സഹിക്കാൻ വയ്യ. അവരിതൊക്കെ സഹിക്കായിരിക്കും, ഞാൻ മരിച്ചാൽ പോലും അവർക്കൊരു വേദനയും കാണില്ല. പക്ഷെങ്കില് എനിക്കത് വേദനെടുക്കും. എന്നെ പ്രസവിച്ച എന്നെ പാലൂട്ടി എന്റെ അമ്മയാണല്ലോ, അതുകൊണ്ട് എന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടി അകത്തേക്ക് പോവാണ്. രവി പറയുന്നുണ്ട്, കണ്ടോ നിന്റെ മോന്റെ സ്നേഹം നീ കണ്ടോ? നിനക്കിപ്പോഴും ഇഷ്ടം നിന്റെ മൂത്ത മോനെയും ഇളയ മോനെയും മാത്രമാണ്, അവരുടെ ഭാര്യമാരെ. ഇവനെ നീ ഒരു മനുഷ്യനായി പോലും ഇതുവരെ കണ്ടിട്ടില്ല, ഒരു മകനെ ചിന്തിച്ചിട്ടുമില്ല. ആ പാവം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിച്ച് രവി വഴക്ക് പറയുന്നുണ്ട്. ഇനി മേലാൽ ഇമ്മാതിരി പണിയങ്ങളാണ് നിന്റെ ഭാഗത്തുണ്ടായ നിന്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് രവി അവിടുന്ന് പോകുന്നുണ്ട്. ചന്ദ്ര അവിടുന്ന് ആകെപ്പാടെ കരഞ്ഞ് നാണം കെട്ട് ചമ്മിയിരിക്കുകയാണ്. ഛേ, അവക്ക് വച്ച പണി ഇപ്പോ എനിക്ക് കൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് കുറെ വെള്ളമൊക്കെ വാരി കുടിക്കുന്നുണ്ട് കേട്ടോ. പരവേശം അടങ്ങാതെ വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടേ നടക്കുകയാണ്. അങ്ങനെ ചന്ദ്ര അത് മുഴുവൻ കഴിക്കുന്നില്ല കേട്ടോ. രവി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്, അതുകൊണ്ട് തന്നെ അവൾ ആ പ്ലേറ്റ് കൊണ്ട് അടുക്കളയിൽ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടൊന്ന് സച്ചി പറയുന്നുണ്ട്, അവനും കഴിച്ച പാത്രം അവനും തന്നെ കഴി വെക്കണം. ഇനി അങ്ങനെ സിസ്റ്റം ഞാൻ അവിടെ കൊണ്ടുവരാൻ പോവാം. എല്ലാരും കഴിച്ച് എച്ചിൽ പ്ലേറ്റ് കഴിയേണ്ട ആളല്ല എന്റെ ഭാര്യ. അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നത് അവളുടെ ഇഷ്ടം. അവൾക്ക് അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ അതും ചെയ്യില്ല. അവൾക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി സമ്മതിച്ചത്. അതുകൊണ്ട് ഇനി ആരും അതൊന്നും അവളെ ഏൽപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് സച്ചി രേവതിയുടെ കവളത്ത് തടവുന്നുണ്ട്. നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കാണ്. സച്ചിയേട്ടാ, ഞാൻ അമ്മ ഉണ്ടാക്കിയ ബിരിയാണിയെ കുറിച്ച് സച്ചിനെ പറഞ്ഞപ്പോ തൊട്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാ വന്നുടനെ അത്തരം ജോലികളും തീർത്തിട്ട് ഞാൻ കഴിച്ചത്. പക്ഷെങ്കില് അമ്മ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല. പണമില്ലാതെ ഒരു പെൺകുട്ടികളും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലില്ലെന്നാ എന്റെ അഭിപ്രായം. ഇതുപോലെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും. ഇനി പറയുമ്പോഴേക്കും സജി പറയുന്നുണ്ട്, കാശ് കൊണ്ടുവന്ന രണ്ടുപേര് ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താ ഗുണം? എന്തെങ്കിലും ഗുണം ഈ വീടിനോ വീട്ടുകാർക്കോ എന്തെങ്കിലും ഉണ്ടോ? അത് പോട്ടെ, സ്വഭാവത്തിനെങ്കിലും അല്പം മര്യാദയുണ്ടോ? ആ വർഷ അത് കുറച്ച് നല്ല മനസ്സുള്ള പെൺകുട്ടിയാ. മറ്റേത് എന്തോ സാധനം, ആർക്ക് എങ്ങനെ പാര വെക്കാന്നും വീടെങ്ങനെ നശിപ്പിക്കാന്നോർത്താ അവള് നടക്കുന്നേ. അങ്ങനെയുള്ള ഒരു കാശുകാരി വരുന്നതിനും നല്ലത് ഒന്നുമില്ലാത്ത നിന്നെപ്പോലെ നല്ല മനസ്സുള്ള പെൺകുട്ടികൾ വരുന്നതാ. ഒരു വീടിന് ഐശ്വര്യവും ആ വീടിന്റെ വിളക്കും ആ വീട് സമാധാനത്തോടെ കൊണ്ടുപോകണമെങ്കിലേ ഒരു പെൺകുട്ടിക്ക് നല്ല മനസ്സാ വേണ്ടത്, അല്ലാതെ ഇതുപോലെ കാശല്ല എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്.